ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഗുഡ് ടു സീ യു അഗെയിൻ. തേജസ് നെറ്റ്വർക്ക് 2 ദിവസമായി നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടത് വെച്ചാൽ ഈ തേജസ് നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാലോ ഒരു ടാറ്റ കമ്പനിയാണെന്നുള്ള കാര്യം. അത് ജപ്പാനിലെ NEC കോർപ്പറേഷനായിട്ട് ഒരു ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു മാനുഫാക്ചർ ആൻഡ് സപ്ലൈ 5G മാസീവ് മിമോ റേഡിയോസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. അത് ഈ ഡാറ്റ 5Gയിൽ വേണ്ടുന്നൊരു ഡാറ്റ ട്രാൻസ്ഫറിങ് വേണ്ടുന്നൊരു എക്യുപ്മെൻ്റാണ്. സോ അത് വലിയൊരു ഡീലാണ് തേജസ് നെറ്റ്വർക്ക് സൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ സ്റ്റോക്ക് ഭയങ്കര മൂവ് അത് 2 ദിവസം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 50% സ്റ്റോക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. സംവർ അറൗണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അത് ₹500 ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിന് PLI സ്കീമിൽ റീസെൻ്റ്ലി റിസീവ്ഡ് 69.97 crores ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ കമ്പനിയുടെ ആ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു. സോ അതാണ് ഒരു ഷോർട്ട് ടേം മൂവ്മെൻറ്റ് തേജസ് നെറ്റ്വർക്കിൽ മൂവ് ചെയ്തു. പക്ഷേ ഓൾറെഡി അത് വാങ്ങേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ഇനി അതൊരു ന്യൂസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നത്തെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ലാർസൻ ആൻഡ് ടൂബ്രോ അത് ഭയങ്കരമായിട്ട് ഇന്ന് ടാങ്ക് ചെയ്ത് കണ്ടു ഞാൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അത് ലാർസൻ ആൻഡ് ടൂബ്രോൻ്റെ മേജർ വർക്ക് എന്താ ഗൾഫിലൊക്കെ ഞാൻ കണ്ട മെയിൻലി ആ റോഡ് ടാർ ചെയ്യാനല്ലാണ്ട് വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് ലാർസൻ ആൻഡ് ടൂബ്രോ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺ ദാറ്റ് ഇസ് എ വെരി ബിഗ് മേജർ. ഇന്ത്യക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ പോലെ ഒരു കോമ്പിറ്റൻറ്റ് കമ്പനി വേറെ ഇല്ല. പക്ഷേ ചൈനീസ് കമ്പനീസ് കുറേ ഉണ്ട്. ചൈനക്കാർ 30 ദിവസം കൊണ്ട് 30 ഫ്ലോർ ഉണ്ടാക്കുന്ന കമ്പനികളും ചൈനയിൽ ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലാർസൻ ആൻഡ് ടൂബ്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലാർസൻ ആൻഡ് ടൂബ്രോൻ്റെ ആ കോമ്പിറ്റൻസ് ഉള്ളൊരു കമ്പനി വേറെ ഇല്ല ഈ എൻജിനീയറിങ്ങിൽ. സോ ലാർസൻ ആൻഡ് ടൂബ്രോ ഒമാനിലുണ്ട്. അവരൊക്കെ മോസ്റ്റ് ഓഫ് ദ GCC കൺട്രീസിൽ എക്സ്പോസർ ഉണ്ട്. അതുകൊണ്ടാണ് ലാർസൻ ആൻഡ് ടൂബ്രോൻ്റെ സ്റ്റോക്ക് എന്ന് വായിച്ചിട്ടുണ്ടോ വളരെ ടാങ്കിൻ്റെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് വാർ ഈസ് ഓവർ. കാരണം ഇറാൻ്റെ പരമോന്നത റിലീജിയസ് ലീഡർ അവർ കൊല്ലുന്നു. അതുമാത്രമല്ല ഒരു ഡിക്കാപ്പിറ്റേഷനിൽ 10-40 അവരെ മേജർ ജനറലിനെയും അതിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ അവർ കഴിഞ്ഞു. ഡിസിഷൻ മേക്കേഴ്സിനെല്ലാം അവർ അസാസിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ കൺട്രീസ് നോ വൺ ടു മേക്ക് എ ഡിസിഷൻ. സോ ഹൂം ടു ആസ്ക് വാട്ട് ഡിസിഷൻ ഹാസ് ടു ടേക്ക്, അങ്ങനെയുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ വാട്ട് ഇറാൻ വാണ്ട്, വാട്ട് US വാണ്ട്, ദേ ഓൾറെഡി അച്ചീവ്. സോ വാർ ഈസ് ഓൾമോസ്റ്റ് ഓവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി മാക്സിമം ഒരു 3-4 ദിവസം വാർ നിൽക്കലുണ്ട്. അതിൽ കൂടുതൽ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓൾറെഡി മുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ മുങ്ങുമ്പോൾ നിങ്ങളെ കൊണ്ട് പോകുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ GCC കൺട്രിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതുപോലെ അഡാനി പോർട്ട്, നിങ്ങൾ ഹൈഫ പോർട്ട് അഡാനിയെ കണ്ടുകൊള്ളുന്നത്. അഡാനിൻ്റെ പോർട്ടും ഒന്ന് വളരെ ടാങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 സ്റ്റോക്സും ആക്ച്വലി ഈസ് റൈറ്റ് ടൈം ടു ബൈ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.